സംസ്ഥാനം ഒട്ടാകെ തന്നെ തുലാവർഷം ശക്തമായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ 2 ജില്ലകൾ കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിൽക്കുന്നത്. മലയോര മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്നതും നമ്മൾ നോക്കുകയാണ്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ് കടന്നു പോകാൻ സാധ്യതയും കൂടിയുള്ളത്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇരട്ട ന്യൂനമർദ്ദത്തിൻ്റെയും ചക്രവാത ചുഴിയും ഇവിടെയും സ്വാധീന ഫലത്തിൽ വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നാളെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഇന്നലെ രാത്രി തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ശക്തമായ മഴയാണ് പെയ്തത്. ഇടുക്കിയിൽ തീവ്ര മഴ ശമിച്ചതോടെ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് നേരിയ കുറവുമുണ്ട്. 138.5 അടിയാണ് ജലനിരപ്പ്. വിവരങ്ങളുമായി നിരവധി പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അരുൺ മോഹൻ ചേരും. അരുൺ, തലസ്ഥാനത്ത് മഴയുടെ ശക്തി എങ്ങനെയുണ്ട്? ഇന്ന് കാലത്ത് തന്നെ കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ മഴ പെയ്തിരുന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഇന്ന് എങ്ങനെയാണ് തലസ്ഥാനത്തെ സാഹചര്യം? ഹരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ രാത്രി വൈകിയും തുടരുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു തെക്കൻ മലയോര തീരദേശ മേഖലയിൽ ഉണ്ടായിരുന്നത്. അതേസമയം ഇപ്പോൾ നേരിയ ശമനമുണ്ടെങ്കിലും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ മഴ നേരിയ തോതിൽ, അതായത് ശക്തമല്ലാത്ത രീതിയിൽ പെയ്യുന്ന ഒരു സാഹചര്യവുമുണ്ട്. അത് മലയോര മേഖലകളിൽ ഉൾപ്പെടെ, അതായത് നെയ്യാർ റിസർവുകൾ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. അത് തീരദേശ വാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇവിടെ നൽകിയ ഒരവസ്ഥയുണ്ട്. കാരണം ഇന്നലെ തന്നെ മലയോര മേഖലയിലുള്ള പ്രദേശത്തേക്കുള്ള യാത്രകളൊക്കെ രാത്രി യാത്രകൾക്കൊക്കെ ജില്ലാ ഭരണകൂടം പ്രാദേശിക ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം മണ്ണ് സാധ്യതയ്ക്കുള്ള സ്ഥലമായതിനാൽ രാത്രികാല യാത്രകളൊക്കെ വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്യണമെന്നുള്ള പ്രാദേശിക ഭരണകൂടങ്ങളുടെ മുന്നറിയിപ്പ് ഇവിടെ പ്രദേശവാസികൾക്കൊക്കെ നൽകിയിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതേപോലെ തന്നെ പുഴിയൂര്, പൂവാർ തുടങ്ങിയ കടൽ മേഖലകളിൽ, തീരദേശ മേഖലകളിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. കാരണം ശക്തമായ കാറ്റിനും കൂടി സാധ്യത ഉള്ളതുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടെന്നുള്ള ആശ്വാസം നമുക്ക് പറയാനുള്ളൂ. അതേസമയം വലിയ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കള്ളിക്കാട് ഭാഗത്ത് ഒരു കെട്ടിയിരുന്ന ഒരു ബണ്ട് റോഡ് ഉണ്ടായ ഒരു തകർച്ച ഒഴിച്ചാൽ, അത് നേരിയ തകർച്ചയാണ്, ഒഴിച്ചാൽ മറ്റ് നാശനഷ്ടങ്ങൾ ഇതുവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസകരമായ ഒരു വാർത്ത. ഹരി, അതായത് സംസ്ഥാനത്തൊട്ടാകെ തന്നെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പോലും തെക്കൻ മേഖലകളിലേക്ക് വലിയ മഴ പെയ്യുന്നില്ല. അതായത് വടക്ക് അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും വലിയ ശക്തമായ മഴ ഇല്ലെന്നുള്ളത് വേണോ കണക്കാക്കാൻ? അങ്ങനെ പറയുന്നില്ല. മഴ പെയ്യുന്ന സ്ഥലത്ത് ശക്തമായി പെയ്യും. അത് ചില സ്ഥലങ്ങളിൽ മഴ ഇല്ലാത്തൊരു സാഹചര്യവും കാണുന്ന